ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് നമ്മൾ പൊളിക്കും, ബിക്കോസ് ഞാൻ ആ സ്ക്രിപ്റ്റൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് കണ്ണകി ബൈ ആതിര ശ്രീകുമാർ. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് മൈ ഇൻസ്റ്റാഗ്രാം. എങ്ങനെയുണ്ട്? അതെൻ്റെ പുതിയ വെഞ്ചറാണ്. സോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. എന്നെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ബേസിക് ഇൻട്രോ ഞാൻ തരാം. എൻ്റെ പേര് ആതിര എന്നാണ്. ഒരുപാട് പേരുടെ വിചാരം ഞാൻ തമിഴ്നാടാണ്, ചെന്നൈയിലാണ് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് വെരി ഹാപ്പി ദാറ്റ് എനിക്ക് അവിടുന്ന് കിട്ടുന്ന സപ്പോർട്ട് ആൻഡ് സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. താങ്ക് യു സോ മച്ച്. ബട്ട് ഐ എം ഫ്രം കേരള, ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഐ എം എ ഡാൻസർ ആൻഡ് ആസ്പയറിങ് ആക്ടർ. ആൻഡ് കണ്ണകി എന്ന് പറയുന്നത് എൻ്റെ പുതിയ വെഞ്ചറാണ്. എനിക്ക് പണ്ട് മുതലേ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പേടിച്ചു പോയി, ഫ്രിഡ്ജിൽ നിന്ന് സൗണ്ട് കേട്ടതാ. ഓക്കെ, പണ്ട് തൊട്ട് എനിക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ അമ്മ ഒരു സിംഗിൾ പാരൻ്റാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നു. ബിക്കോസ് ഇപ്പോൾ ഞാൻ ഡാൻസിന് പോകുമ്പോഴായാലും ഒക്കെ ഒരുപാട് പേര് അമ്മയോട് പറയുമല്ലോ, എന്നിട്ട് പോലും ഷി വാസ് സപ്പോർട്ടിങ് മീ വെരി മച്ച്. അമ്മയായാലും മാമനായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷെ ഞാൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു സോ കോൾഡ് സാധനം വരും. ബിക്കോസ് ബിസിനസ്സാണ്, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്താ ഏതാണെന്നൊന്നും അറിയില്ല, പൈസ പോയി കഴിഞ്ഞാൽ പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം, തുടങ്ങിയിട്ട് ഇഫ് ഇറ്റ് സക്സസ് നമുക്കത് കൊണ്ടുപോകാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അമ്മ വാസ് വെരി മച്ച് സ്കാഡ്. ഇപ്പോഴും ആ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിലേ മുതൽ ഐ ഹാവ് എ ബിസിനസ്, എനിക്ക് ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ഓൺട്രപ്രണർ ആവണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ വാൾപേപ്പർ ഞാൻ മറ്റേ ബോസ് ലേഡി ആയിരുന്നു. ഇപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ മറ്റേ ബോസ് ലേഡീൻ്റെ മറ്റേ ടേബിളിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാനിരിക്കുന്നതല്ല, വേറെ ആരും ഇരിക്കുന്നതിൻ്റെ വാൾപേപ്പർ ആയിരുന്നു എൻ്റെത്. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ ആഗ്രഹം ഡാൻസ് ക്ലാസ് ഇടുക എന്നുള്ളതായിരുന്നു. എനിക്കതിന് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വരച്ച് വെച്ചിട്ടുള്ള മാപ്പൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള. അത് കഴിഞ്ഞിട്ടാണ്, പക്ഷെ ഡാൻസ് ക്ലാസ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറി. അത് കഴിഞ്ഞപ്പോഴും എനിക്ക് ബിസിനസ് എന്ന ഐഡിയ ഭയങ്കരമായിട്ടുണ്ട്. ബിസിനസ് ചെയ്യണം, ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ 9 to 5 എംപ്ലോയി. സീരിയസ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ബി എ 9 to 5 എംപ്ലോയി. ബിസിനസ് എന്ന് പറയുന്നത് 24 ആണ് എന്ന് എനിക്കറിയാം, 24 hour ആണ്, 9 to 5-നെക്കാളും ടാസ്ക് ആണെന്നറിയാം. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ബി എ എംപ്ലോയി. എനിക്കൊരു എംപ്ലോയി ആയിരിക്കണ്ട എന്നുള്ള സാധനം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയ അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി വൈ ജ്വല്ലറി ആൻഡ് ക്ലോത്തിങ് എന്നുള്ള സാധനത്തിലോട്ട് വരാം. മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐ എം എ ഡാൻസർ. ഞാൻ എൻ്റെ ഒരു 4ാം വയസ്സ് മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതാണ്. സോ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയാം, ഇറ്റ്സ് ഓൾ അബൌട്ട് ആ ഒരു ഗ്രാൻഡ് സാധനം. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് കുച്ചിപ്പുടി ആൻഡ് മോഹിനിയാട്ടം. ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്ലാസിക് ഫോം ആൻഡ് ഭയങ്കര നമ്മുടെ ഈ കേരള കൾച്ചറുമായിട്ട് ഭയങ്കര റൂട്ടഡ് ആണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ആൻഡ് ഐ ലവ് ദാറ്റ് വൈറ്റ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. സോ അതിനൊരുങ്ങുമ്പോൾ ഒരു ക്ലാസ് ടച്ചാണ്. ദാറ്റ് ഗോൾഡ് ജ്വല്ലറീസ് ആൻഡ് വൺ സൈഡിൽ നമ്മൾ കെട്ടുന്ന തല, മുല്ലപ്പൂ എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഒരു ഡിവൈനിറ്റിയാണ്. കുച്ചിപ്പുടി സംതിങ് കുറച്ചുകൂടി ഗ്രാൻഡാണ്. അതായത് കളർഫുൾ ഡ്രസ്സസ്, വെരി കളർഫുൾ ജ്വല്ലറീസ് അങ്ങനെ. അപ്പോൾ ഈ കുഞ്ഞിലേ മുതൽ ഈ ഡ്രസ്സപ്പ് ചെയ്ത് ഇങ്ങനെ ഒരുങ്ങി മേക്കപ്പ് ഇട്ട് വരുന്നത് കൊണ്ട് എനിക്ക് 2 കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലേ മുതൽ. ഒന്ന് മേക്കപ്പ് ചെയ്യുന്നത്, 2 ഈ ജ്വല്ലറീസ്, ആക്സസറീസ് ആൻഡ് ഡ്രസ്സിൻ്റെ ഇതെന്നൊക്കെ പറയുന്നത്. സോ അതിനോടുള്ളൊരു ഇഷ്ടം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. മേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടെന്നല്ല, എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാനതിങ്ങനെ മാറ്റി കൊണ്ടുവന്നത്. ചിലപ്പോൾ ഞാൻ ഭാവിയിൽ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ കിട്ടുന്ന വരും അപ്പം അങ്ങനെ. പക്ഷേ എനിക്ക് ജ്വല്ലറീസ്, ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകുമ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് സജഷൻസ് ചോദിക്കാൻ. സോ അത്രയ്ക്ക് അടിപൊളിയാണ് എൻ്റെ സെലക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ബട്ട് ഐ ഓൾവേസ് ലവ് ജ്വല്ലറീസ് അല്ലെങ്കിൽ ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് അന്നോട്ടെ കുഞ്ഞിലേ മുതലുള്ള ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടം വരെ വന്നു നിൽക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ബിസിനസ് തുടങ്ങണം,
എന്തെങ്കിലും തുടങ്ങണം. പിന്നെ എല്ലാവർക്കും ഉള്ള യൂഷ്വൽ ഐഡിയാസ് എനിക്കും ഉണ്ടായിരുന്നു. കഫേ അല്ലെങ്കിൽ അങ്ങനെ ജ്വല്ലറി ബ്രാൻഡ്, ക്ലോത്തിങ് ബ്രാൻഡ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഐഡിയാസാണ്. ഐ നോ ഇറ്റ്സ് നോട്ട് എ യുണീക്ക് വൺ, അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യണമെന്നുള്ളത്, എൻ്റെ 100% കൊടുത്ത് എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും ഞാനെപ്പോഴും പറയൽ മാത്രമേ ഉള്ളൂ. ഫാൻ ഇട്ടാൽ സൗണ്ട് വരും, പക്ഷെ എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ പറയൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യും എന്നുള്ള പറയൽ മാത്രം. എല്ലാ വർഷവും ഞാൻ ഓരോ പ്ലാനിങ് ബുക്ക് മേടിക്കും, അതിനകത്ത് പ്ലാൻ ചെയ്യും എന്നുള്ളതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു ഇനീഷ്യൽ സ്റ്റെപ്പ് പോലും എടുത്ത് വെക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതിൽ മൈ വെരി ബെസ്റ്റ് ഫ്രണ്ട് വെരി സ്പെഷ്യൽ പേഴ്സൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നതല്ലാതെ. ഡീമോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇവിടെ ഡീമോട്ടിവേഷൻ്റെ ഒക്കെ ടോപ്പ്. എനിക്കങ്ങ് വിഷമമായി. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാനിങ്ങനെ പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നത് ഒരു ഫുൾ ഓഫ് നെഗറ്റിവിറ്റിയാണ്. ആ സമയത്ത് വാശിയായി എനിക്ക്. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പോവും, നാളെ രാവിലെ ഞാൻ പോയിട്ട് സോർട്ട് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള ജ്വല്ലറീസ് ഞാൻ മേടിച്ചിട്ട് നാളെ തന്നെ ഞാൻ പേജ് തുടങ്ങി, നാളെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതായിരുന്നു ആ സൈഡിൽ നിന്നുള്ള എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പോയി സാധനം മേടിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടോ ഞാൻ മേടിച്ചു, ഞാനിനി ഇപ്പം എന്തായാലും നമ്മൾ പൈസ ചിലവാക്കിയല്ലോ, ആ ചിലവാക്കിയതിന് നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പം എന്നോട് പറഞ്ഞു, ഇത് പക്ഷെ പുള്ളി സപ്പോർട്ട് ചെയ്തതാണ്, മോട്ടിവേറ്റ് ചെയ്തതാണ് എന്നെ. പക്ഷെ ആ സമയത്തിന് എനിക്കത് ഭയങ്കര ഇതായിരുന്നു. ബിക്കോസ് അത് എന്ത് രീതിയിലായിരുന്നെന്നുണ്ടെങ്കിലും ആ ഒരു ഇനിഷ്യൽ പുഷാണ് ഞാൻ ഇന്ന് കണ്ണകി ബൈ ആതിര ശ്രീകുമാർ തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് രാംദാസ് ആണ്. രാംദാസ് ഹാസ് മൈ എൻ്റെ എക്സ് കൊളീഗാണ് ആൻഡ് ഹീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അവൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ അവനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സ്റ്റോക്സ് എടുക്കാൻ പോകണം, എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചപ്പം ഹി വാസ് യെസ് ഹിൽ കം. അങ്ങനെ എൻ്റെ കൂടെ വന്നിട്ട്, അറിയാലോ ജ്വല്ലറി നമ്മൾ അല്ലാതെ മേടിക്കാൻ പോകുമ്പോഴേ പോസ്റ്റാണ് നമ്മുടെ കൂടെ വരുന്ന ആൾ. സ്വാഭാവികമായിട്ടും ബോയ്സ് വരാറില്ല. പക്ഷേ ഹീ കെയിം വിത്ത് മീ ആൻഡ് ഭയങ്കര പേഷ്യൻ്റായിട്ട്. ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി മേടിക്കുന്ന പോലെയല്ല, അതിൻ്റെ ഒരു 100 ഇരട്ടി നമ്മളിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും, നമ്മളെടുത്ത് നോക്കും. ആൻഡ് ഹി വാസ് വിത്ത് മീ ആൻഡ് രാമനും താങ്ക് യു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയേണ്ടത്, ഇപ്പം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടാണ് വർമ്മജി. സോ ഹീ ഈസ് വെരി മച്ച് സപ്പോർട്ടീവ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ആയാൽ പോലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആൾക്കാരിൽ നിന്നാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ള എല്ലാ ഓർഡേഴ്സും എന്ന് പറയുന്നത് എനിക്ക് അറിയുന്ന ആൾക്കാരിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ച് ഫ്യൂ മാത്രമാണ് ഓഫ് ബോക്സ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ വന്നിട്ടുള്ളത്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. അതല്ലാണ്ട് എൻ്റെ കണ്ണകിയുടെ ഇനിഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോഴും നമ്മൾ. ബട്ട് ഈവൻ ദോ ആ ഫസ്റ്റ് ഡേയ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്ത, ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ആയി പോയേനെ. ഒരു ഓർഡറും വരാതിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഞാൻ എടുത്ത പ്രോഡക്ട്സിനെ ആർക്കും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ളതാണോ, അല്ലെങ്കിൽ അതിന് കൊള്ളില്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെൽഫ് ഡൗട്ട് എനിക്ക് വന്നേനെ. പക്ഷെ ആ സമയത്തൊക്കെ ആ ഫസ്റ്റ് ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ എനിക്ക് ഓർഡേഴ്സ് കിട്ടിയതൊക്കെ എന്നെ അറിയുന്നവരിൽ നിന്നാണ്. എൻ്റെ നിങ്ങൾക്കും ഒരുപാട് നന്ദി. പിന്നെ വൈ കണ്ണകി എന്നുള്ള പേര് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. കണ്ണകി എന്നുള്ള പേരിലേക്ക് ഞാൻ എത്തുന്നതിന് മുന്നേ, അതായത് ഞാനിപ്പം ഫുൾ ടൈം എൻ്റെ ഫ്രീലാൻസ് പരിപാടീസ് കണ്ണകിയുടെ പുറകെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഐ എം സ്റ്റാർട്ടിങ് ആൻ ഓൺലൈൻ ഡാൻസ് ക്ലാസ് ടു. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ഡാൻസ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. എൻ്റെ തന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ തന്നെ ആഡ് പറയാം അല്ലേ, സൂപ്പർ. എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല. ഓക്കെ, വൈ കണ്ണകി എന്നുള്ള പേര് വരുന്നത്, അതായത് ഞാൻ ഇപ്പം ഫുൾ ടൈം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു മുന്നേ. ആദ്യം ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഡോട്ടിനിലാണ്. ഞാൻ ഡോട്ടിനിൽ വർക്ക് ചെയ്യുന്ന സമയത്തിന് ഞാനിങ്ങനെ എൻ്റെ അവിടെയുള്ളൊരു കൊളീഗ് ഉണ്ട്, ഫിദ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട്. അന്ന് ജ്വല്ലറി ഉണ്ടായിരുന്നില്ല, എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. അന്ന് ഐ വാസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ക്ലോത്ത്, അങ്ങനെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഷി വാസ് ലൈക്ക്, സൂപ്പറായിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ടഡ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പക്ഷെ ഒരു പേര് വേണം. ഐ വാസ് സെർച്ചിങ് ഫോർ എ നെയിം, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നെയിം വേണം എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞു, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ
ഇങ്ങനെ നമ്മളെന്താണ് പുരാണത്തിലൊക്കെ ഉള്ള സംതിങ് അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് തൊട്ടേ ക്ലാസിക്കൽ ഡാൻസ് ആയതുകൊണ്ട് കുറച്ച് ഞാൻ അതിനോട്ട് ഞാൻ ഭയങ്കര ഡിവോട്ടഡ് അങ്ങനെയല്ല, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ സെർച്ചിങ് ഫോർ പാഞ്ചാലി അത് ഓൾറെഡി ഉണ്ട്. പാഞ്ചാലി സോൾട്ട് ലൈക്ക് ആ ക്ലോത്തുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ എന്തോ സംസാരിച്ച് വന്നപ്പോൾ ലൈക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വുമൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ നോക്കിയ സമയത്തിനാണ് കണ്ണകി എന്നൊരു സാധനം വന്നത്. കണ്ണകിയുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ണകി എന്ന് പറയുന്നത് ഷീ ഈസ് വെരി പവർഫുൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് ലേഡി വിത്ത് ഗ്രേസ്ഫുൾ അങ്ങനത്തെ ഒരു സാധനമാണ് കണ്ണകിക്കുള്ളത്. സോ ഞാൻ നോക്കി കണ്ണകി എന്നുള്ള വേറെ എന്തെങ്കിലും ബിസിനസ്സോ പേജസോ ഉണ്ടോ എന്നുള്ളത് ട്രേഡ് മാർക്ക് നോക്കിയ സമയത്തിന് ഓക്കെ ഒന്നുമില്ല. സോ ഐ എം വെരി സേഫ്. ആ പേര് വെച്ച് വെരി സേഫാണ്. ഞാൻ അന്ന് വെറുതെ ഒരു പേജ് തുടങ്ങി കിട്ടു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ കണ്ണകി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഷീസ് എ വെരി സ്ട്രോങ് വുമൻ, അതുപോലെ തന്നെ ഷീസ് വെരി ബ്യൂട്ടിഫുൾ. നമുക്കറിയാം കണ്ണകി ആ ചിലപ്പതികാരത്തിലുള്ള കണ്ണകി വാസ് ദാറ്റ് മച്ച് ഗ്രേസ് ആൻഡ് ബോൾഡ്നെസ് അങ്ങനെയുള്ള സാധനമാണ്. സോ ഒരു വുമൺ ഇപ്പോൾ ഇനിഷ്യലി നമുക്കൊരു വുമൺ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് കണ്ണകി എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് ബൈ എ വുമൺ. സോ ഐ തോട്ട് കണ്ണകി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. അങ്ങനെയാണ് കണ്ണകി ബൈ ആതിര ശ്രീകുമാറിലേക്ക് ഞാൻ എത്തുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ ഫോർ ദ യൂണിവേഴ്സ് ആൻഡ് എൻ്റെ കൂടെ നിന്ന എൻ്റെ മൈ പില്ലേഴ്സ്, എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത ആൾക്കാർ, എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാർ, എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, അങ്ങനെ എല്ലാവരോടും ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ. ആൻഡ് മോർ ഓവർ ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ എനിക്ക് എന്നോട് തന്നെ. ബിക്കോസ് യെസ് ഐ സ്റ്റാർട്ടഡ് ഇറ്റ്. ഡോണ്ട് തിങ്ക് ടു മച്ച്, ജസ്റ്റ് ഗോ ഹെഡ്, സ്റ്റാർട്ട് ഇറ്റ്. ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വരും. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എൻ്റെ നിന്ന് കൂടുതലൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇറ്റ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ബൈ.